ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിരിയാണി വെക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ നെയ്ച്ചോറിനാണത്. ഉള്ളിലൊന്ന് നല്ലോണം ലേശമൊന്ന് വാടി കിട്ടട്ടെ. വാടട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ. അരി കൈ കൊണ്ടുവന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിലിട്ട് കൊടുക്കാം മക്കളെ. ഏതാ അരിയൊക്കെ കൈയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. വാവ്. ഉപ്പൊക്കെ ഏലക്കായി കറാമ്പട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. പട്ട രസം പൊടിച്ചിടണം. കുഞ്ഞു കുഞ്ഞ് പട്ടാണ്. ശേഷം ഏലക്കായും കൂടെ ഇടണം കേട്ടോ. ചോറ് ഒരുവിധം വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ആവിക്കിച്ച് വേവാനുണ്ട്. ഒന്ന് ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. വേവട്ടോ. ഒന്നും കൂടെ ഒന്ന് കുറച്ചൊന്ന് ഇതാവാനൊന്നും അമർന്നിട്ടാനുള്ളൂ. ആവിക്ക് അങ്ങനെ കിടക്കട്ടെ. എന്താ ചട്ടി വെച്ചിട്ടുണ്ട് മക്കളെ. ചട്ടി വെച്ച് ചൂടായി. നമുക്കിത് അതിലേക്ക് ദിവസം കൂടെ നല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോറിന് ഇറച്ചിക്ക് അനുസരിച്ചിട്ടുള്ള ഇട്ടാൽ മതി. ഞാൻ എന്താ ഇപ്പോൾ 1 കിലോന് കുറച്ച് ഉള്ളിയാണ് എടുത്തത്. 2.5 കിലോന് അരിയാണ് ചോറിന്. ഇതിപ്പോൾ ചെമ്പ് മാറ്റണമെന്ന് അറിയില്ല മക്കളെ. അരിയും ഇറച്ചിയും കൂടി ഇരിക്കുള്ളൂ എന്നറിയില്ല. 2 എണ്ണത്തിലാക്കി വെക്കേണ്ടി വരും. അപ്പം ഇതിൽ കിടന്നിട്ടതൊന്ന് ക്യാമറ ഓഫായിപ്പോയി. ഇതട്ടോ വെളുത്തുള്ളിയാണ്. ഇതാ വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി പച്ചമുളക് ഞാൻ ആട്ടാൻ പോവുകയാണ്. ക്യാമറ ഓഫായതിൻ്റെ ദിവസമായിപ്പോയി. ഇട്ടത് ഇനി കുറച്ചും കൂടെ ഇട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം കൂടെ ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകട്ടെ. കേട്ടോ. തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. എനിക്കിടന്ന് വേവട്ടെ മക്കളെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ലേശം ഉപ്പിട്ടാൽ ഞാൻ കോഴിയിറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. മുളകൊക്കെ പരത്തി വെച്ചതാണ് ഞാൻ കോഴിയിറച്ചി. അപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ ഇത് കിടക്കട്ടെ. അപ്പോഴത്തേന് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അവിടെ കിടക്കട്ടെ കേട്ടോ. അതിലേക്ക് ഞാൻ ഇതൊക്കെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ആട്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്നിട്ട് വേവണം. അത് വെന്ത് റെഡിയായിട്ട് ഇറച്ചിടാൻ പറ്റുമോ. അങ്ങനെക്കട്ടെ കേട്ടോ. മല്ലിച്ചപ്പും പൊതിനയാണിത് നമ്മൾ ഇട്ടെടുത്തിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇത് നമുക്ക് ഇറച്ചിട്ട് ഇറച്ചി ഇതിലിട്ട് കൊടുക്കാം. ഇറച്ചിയിൽ ഞാൻ കായൊക്കെ പരത്തി വെച്ചാണ് കുറേ നേരമായി കേട്ടോ. ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ മണി ഇട്ടിക്കണേ. ഇതിലിപ്പോൾ എങ്ങനെയാണെങ്കിൽ ചോറൊക്കെ ഓണിയുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടൊക്കെ എല്ലാ സംഭവം ഉണ്ട്. ബിരിയാമ്പൂട്ടും സുർക്കി ഒക്കെ പാകമാണ്. ഇതൊന്ന് വേവട്ടെ. ഇത് ഞാൻ വലിയ ചെമ്പിലേക്ക് മാറ്റി ഇട്ടോ. അത്
ചെറിയ ഗമ്പിലായിട്ട് ചോറ് കയ്യിൽ ഇറച്ചി തോനുണ്ടായിനി. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയതാണിത്. നമുക്ക് അതിലേക്ക് ചോറ് കോരി ഇട്ട് കൊടുക്കണം. ഇലതാ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കണം എന്തിനാണ് നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഞാൻ കോരിയിട്ട് കയ്യട്ടി എന്നിട്ട് കാട്ടട്ടോ. ഇതിലേക്ക് നമുക്ക് ലേസം പിഞ്ഞളിക്കാണ് ലേസം മല്ലിച്ചപ്പും കൊതിങ്ങിട്ടെടുത്ത് ഇതാദ്യം ലേസം കൂടെ നല്ലതിൻ്റെ അമുക്കിൽ വെച്ച് കൊടുക്കട്ടോ. നല്ല വെച്ച് കൊടുത്ത് മുകളിൽ കുറച്ച് ഇലകളൊക്കെ ഇട്ടെടുക്കുക. ഇല വെച്ചാൽ മല്ലിച്ചപ്പ് പൊതിന കേട്ടോ. അമ്പിച്ച് മൂടി വെക്കാം. അതാട്ടോ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ കോഴി പൊരിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ടാ ചോറൊക്കെ ആയിട്ടുണ്ട്. നമ്മളിത് ചോറ് കുത്താൻ വേണ്ടി പോവാണ്. ചോറ് വേണ്ടുമ്പോഴാണ്. ചോറൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും പിടിച്ചാൽ നമ്മളെ കോഴി പൊരിഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ലേസം വറ്റൽമുളക് ഇടാനേ ഉള്ളൂ. അതും കൂടെ ഇടട്ടെ. ഇട്ടാ അതിൽ ലേസം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടിട്ടൊന്നല്ല വറ്റൽമുളക് ഇതൊക്കെ ഇതും കൂടെ ഇതിലിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. ഓക്കെ കരിയട്ടെ. ഇവർക്ക് ഞാൻ വീഡിയോ പിടിക്കുമ്പോഴും ഇതാ നമ്മളെ പാത്തു ഇതാ എന്നിട്ട് ആ പാത്തു ഇതാ ചോറുന്നത് ഞാനതാ തിന്നത്. ഒരുവിധ ആൾക്കാരൊക്കെ തിന്ന് കഴിഞ്ഞ് അതെൻ്റെ എത്താതെ വെള്ളം എടുത്തോ. അച്ചാറ് ഉണ്ടാക്കിയ അച്ചാറാട്ടോ. അച്ചാറ്, തൈര്, കോഴി പൊരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.